തന്നെ ശ്രദ്ധിക്കുക. നമ്മുടെ സഹകരണ മേഖലയിലുള്ള അവസരങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ട് 2:1, അതായത് നമുക്ക് അതിന്റെ നേർ പകുതിയായിട്ട് വെട്ടിച്ചുരുക്കൊണ്ടുള്ള ഒരു ഏറ്റവും റീസെന്റ് ഗവൺമെന്റ് ഓർഡറാണ് വന്നത്. അടുത്ത ഒന്ന് സൈഡായിക്കൊണ്ട് ഓണത്തിന് അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. നമുക്ക് 1:2 അനുപാതം വരുമോ അങ്ങനെയുള്ളൊരു പേടി. പിന്നെ നിങ്ങളുടെ രണ്ടാമത്തെ കൺസേൺ എന്ന് പറയും പരീക്ഷ നീണ്ടു പോകുന്നതിന് ബന്ധപ്പെടുത്തിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയും നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഈ 1:2 ഒരിക്കലും നമുക്ക് അങ്ങനെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിയായിട്ട് നേരിട്ട് കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. അപ്പോൾ യുവജനങ്ങൾക്ക് ഉറപ്പായിട്ട് സപ്പോർട്ടായിട്ട് വരുന്ന തരത്തിൽ മാത്രമേ കാര്യങ്ങൾ വരുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. SCBയിലെ 1:2 അനുപാതവുമായി ബന്ധപ്പെടുത്തി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജാണ്. ഓണത്തിന് എന്താ പരിപാടി CSEB കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൻസർ നമുക്കുണ്ടല്ലേ. ഇത്രയും നാൾ നമ്മൾ ഓണത്തിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഓണം ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണ എന്ന് പറയുമ്പോഴത്തേക്ക് ഓണം ആഘോഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പഠിത്ത ഒന്ന് സൈഡായിക്കൊണ്ട് ഓണത്തിന് അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് 1:2 അനുപാതം വരുമോ അങ്ങനെയുള്ളൊരു പേടി. ഇനി ഈ മേഖലയെ പഠിച്ചാൽ കിട്ടുമോ? അപ്പോൾ നിരന്തരം കുട്ടികൾ ഇങ്ങനെ ഈ ഒരു പ്രോബ്ലമായിട്ട് ബന്ധപ്പെടുത്തി വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയുള്ള ഏറ്റവും റീസെൻറ്റ് അപ്ഡേറ്റ്സ് ആണ് ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ CSEBയുടെ പുതിയ അനുപാതവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും ഒരു കൂട്ടായ്മ ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് എല്ലാ സ്ഥാപനത്തിലും പഠിക്കുന്ന കുട്ടികളും ഒക്കെ പങ്കാളികളായി വലിയൊരു കൂട്ടായ്മ വന്നു. അപ്പോൾ ആദ്യത്തെ വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇത്തരത്തിൽ ഒരു വലിയൊരു റെപ്രസെൻറ്റേഷൻ കൊടുക്കാൻ പറ്റുന്നുള്ളതാണ്. റെപ്രസെൻറ്റേഷനെ ബന്ധപ്പെടുത്തിയുള്ള അപ്ഡേറ്റ്സ് എല്ലാം നമ്മൾ ഗൂഗിൾ മീറ്റിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം രണ്ടാമത്തെ വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ ഒരു ഗസറ്റ് വിജ്ഞാപനം വരുമെന്നായിരുന്നു നമുക്ക് വാക്കാൽ കിട്ടിയ ഉറപ്പ്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റ്സ് ഒന്നും വരാത്തത് കൊണ്ട് തന്നെയാണ് പുതുതായിട്ട് ഏകദേശം 16 കുട്ടികൾ നമുക്ക് തിരുവനന്തപുരത്തേക്ക് വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷവും അതുപോലെ നമ്മുടെ വർക്കിൻ്റെ ഒരു പ്രോഗ്രസ് എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ 16 കുട്ടികൾ വന്നു തിരുവനന്തപുരത്തേക്ക്. നമ്മൾ അന്ന് ചെയ്ത അതേ പ്രവൃത്തികൾ മാക്സിമം എല്ലാ സ്ഥലങ്ങളിലും ഇൻക്ലൂഡിങ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി നമ്മൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി പുതുതായിട്ട് സൃഷ്ടിച്ചിട്ടുള്ള നമ്മുടെ നിവേദനങ്ങൾ സമർപ്പിച്ചു. അപ്പോൾ നിങ്ങൾ ഈ ഓണത്തിനെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ 1:2 ഒരിക്കലും നമുക്ക് അങ്ങനെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇന്നലെ വൈകുന്നേരം നമ്മൾ പിന്നെ ഒരിക്കൽ കൂടെ ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിയായിട്ട് നേരിട്ട് കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. അപ്പോൾ യുവജനങ്ങൾക്ക് ഉറപ്പായിട്ട് സപ്പോർട്ടായിട്ട് വരുന്ന തരത്തിൽ മാത്രമേ കാര്യങ്ങൾ വരുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല 15 ദിവസത്തേക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള കരട് വിജ്ഞാപനം ഒപ്പിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടും വെബ്സൈറ്റുകളിൽ നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കുക. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് വെബ്സൈറ്റ് വഴിയായിരിക്കും വരിക കേട്ടോ. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് വെബ്സൈറ്റ് നമ്മൾ നോക്കിയതിന് ശേഷം നമ്മുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയായിരിക്കണം, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്നുള്ള കാര്യത്തിൽ ഒരു അപ്ഡേഷൻ നമ്മളിപ്പോഴേ ഗ്രൂപ്പിൽ വഴി തരുന്നുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഈ ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ കോർഡിനേഷൻ്റെ ഭാഗമായിട്ട് വരാത്ത കുട്ടികൾ ഇവിടെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി അറിയാത്ത കുട്ടികൾ ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നമ്മുടെ സഹകരണ മേഖലയിലുള്ള അവസരങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ട്, അതായത് നമുക്ക് 4 പേർക്ക് ഓപ്പണായിട്ട് CSEB വഴി അവസരം കിട്ടുമ്പോഴത്തേക്ക് ഒരാൾക്ക് മാത്രം ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ ബാങ്കുകളിൽ നിന്ന് പ്രൊമോഷൻ കൊടുക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. അതായത് നമുക്ക് വന്നിരുന്ന ഏറ്റവും വലിയ അവസരം. അതിനെതിരെ അതിനെ ഒരു 2:1, അതായത് നമുക്ക് അതിൻ്റെ നേർ പകുതിയായിട്ട് വെട്ടിച്ചുരുക്കൊണ്ടുള്ള ഒരു ഏറ്റവും റീസെന്റ് ഗവൺമെന്റ് ഓർഡറാണ് വന്നത്. ആ ഒരു ഓർഡർ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നമ്മുടെ സഹകാരി കുട്ടികൾ, മാത്രമല്ല എല്ലാ കുട്ടികളും, സഹകാരി കുട്ടികൾ എന്ന് പറയാൻ പറ്റില്ല, ക്ഷമിക്കണം, എല്ലാ സ്ഥാപനത്തിലെ കുട്ടികളും മിക്കവാറും ഉള്ള സ്ഥാപനങ്ങളിലെ അധ്യാപകരൊക്കെ ചേർന്നുകൊണ്ട് ആണ് ഈ ഒരു പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയുടെ ഭാഗം ഇതുവരെ നിങ്ങൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂട്ടായ്മയുടെ ഭാഗമാകാൻ വേണ്ടി മെസ്സേജ് അയക്കുക. ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വലിയ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓണത്തിന് എന്താ പരിപാടി എന്ന് വെച്ചാൽ തുടങ്ങിയല്ലേ, ഓണത്തിന് പഠിക്കൽ തന്നെയാണ് നിങ്ങളുടെ പരിപാടി. പിന്നെ നിങ്ങളുടെ രണ്ടാമത്തെ കൺസേൺ എന്ന് പറയും പരീക്ഷ നീണ്ടു പോകുന്നതിന് ബന്ധപ്പെടുത്തിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയും നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും. അപ്പോൾ ആ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി പറയുന്നത് പുതുതായിട്ട് നമുക്കറിയാമല്ലോ പുതിയൊരു ബോർഡ് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയ കാലയളവ്. ഒരു PSC പരീക്ഷയ്ക്ക് നമ്മൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്ര കാലം നമ്മൾ നോക്കിയിരിക്കും അല്ലേ? 6 മാസമാണെങ്കിലും ഡേറ്റ് വരുന്നവരെ നമ്മൾ നോക്കിയിരിക്കും അല്ലേ? ആ ഒരു ക്ഷമ എന്താ നമുക്കില്ലാത്തത്? നിങ്ങൾ ആ ഒരു ക്ഷമ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇന്ന് പഠിച്ച് നാളെ പരീക്ഷ എന്നുള്ള ക്ഷമ അത്ര മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഔട്ടായി പോകും. പക്ഷേ ഇതിനകത്ത് ക്ഷമയോടുകൂടി പഠിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അവരെ നിങ്ങൾ എന്ത് ചെയ്യരുത്, അവരെ നിങ്ങൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ഷമയോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക. ഓണത്തിന് സദ്യയൊക്കെ ഉണ്ണുക, ഇച്ചിരി ഒരു ഊഞ്ഞാലൊക്കെ ആടിയിട്ട് പിന്നെയും വന്ന് പഠിക്കുക. അതുപോലെ നമ്മുടെ ആ സഹകാരി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഡെയിലി എക്സാമിനേഷൻ കറക്റ്റായിട്ട് എഴുതുക. വീക്കിലി ഓണമെന്നും പറഞ്ഞുകൊണ്ട് അയ്യോ എനിക്ക് ഓണമായിരുന്നു സാറേ എന്ന് വിളിച്ച് പറയുന്ന സാഹചര്യം ഉണ്ടാവരുത്. അത്ര മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഗൂഗിൾ മീറ്റ് സെഷൻ നമുക്ക് നിങ്ങളെല്ലാവരോടും ചെന്നൊരു സെഷൻ നമുക്ക് അടുത്ത ദിവസം സംഘടിപ്പിക്കാം കേട്ടോ. കൂടുതൽ കാര്യങ്ങളെല്ലാം നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാം. ഒരുപാട് പേര് വിളിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. താങ്ക് യു.